RBI മോണിറ്റർ ചെയ്യുന്ന പുതിയൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് റെന്റ് പേയ്മെന്റ് ചെയ്യാറുണ്ട്. ഹൗസിംഗ് റെന്റ്, അതുപോലെ വെണ്ടർ പേയ്മെന്റ്. നമ്മൾ കാർഡിൽ നിന്ന്, അതായത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഓണർ ആണെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് വേറൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ റെന്റ് പേ, എഡ്യൂക്കേഷൻ ഫീസ്, ട്യൂഷൻ ഫീസ്, അങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിന്റെ ഒരു അമിതമായിട്ടുള്ള ഒരു ഉപയോഗം റീസെന്റ് കാണുന്നുണ്ടെന്നാണ് RBI പറയുന്നത്. അത് RBI വളരെ ശക്തമായിട്ട് തന്നെ നോക്കിക്കാണുന്നു. റീസെന്റ് ലാസ്റ്റ് ഫെബ്രുവരിയിൽ 1 ലക്ഷം കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് ആണ് ഇങ്ങനെ റെന്റ് പേയ്മെന്റ് ത്രൂ നടന്നിരിക്കുന്നത്. അപ്പൊ RBIയുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് കാർഡ് എന്നുള്ള കാര്യം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വ്യക്തികളും മർച്ചന്റും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷന് വേണ്ടിയാണ്. ഇത് പേഴ്സൺ ടു പേഴ്സൺ അല്ല. അപ്പൊ ഈ പേഴ്സൺ ടു പേഴ്സൺ ചെയ്യുന്നതും വലിയൊരു ബൾക്ക് എമൗണ്ട് വരുന്നതും RBI വളരെ സ്ട്രോങ് ആയിട്ട് വീക്ഷിക്കുന്നുണ്ട്. മേ ബി റീസെന്റ്ലി അല്ലെങ്കിൽ അപ്കമിംഗ്ലി ഇത് നിരോധിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണെന്നാണ് പേഴ്സണൽ എനിക്ക് തോന്നുന്നത്.